بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. തൗബ ഉടനടി ചെയ്തില്ലെങ്കിൽ പാപങ്ങൾ കാരണമായി ഈമാനിന്റെ അടിവേര് തന്നെ നഷ്ടപ്പെടും. ഈമാൻ 70 ചില്ലുവാനം ശാഖകളാണ്. അതിൻ്റെ അസില് നിലനിൽക്കുമെങ്കിലും ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ എന്ന ഹദീസിന് അദ്ദേഹം വിശദീകരണം കൊടുത്തു. അസൽ ഈമാൻ നഷ്ടപ്പെടുന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതിൻ്റെ ശിഖരങ്ങൾ, ശാഖകൾക്ക് കോട്ടം വരും പാവങ്ങൾ കാരണമായി. അപ്പോൾ പാപിയായ മനുഷ്യൻ, ആരോഗ്യവാനായ ഒരു മനുഷ്യനോട്, ഒരു പാപിയായ മനുഷ്യൻ ഒരു ഇബാദത്തുള്ള സാലിഹായ മനുഷ്യനോട് അന മുഅ്മിനുൻ മിസ്ലക, നിന്നെ പോലെ ഞാനും മുഅ്മിനാണെന്ന് പറഞ്ഞാൽ, നല്ല ഉറച്ച ഒരു വൃക്ഷത്തിനോട് ഈ ചൊരക്കാവള്ളി പറയുന്നത് പോലെയാണ്. ആ ഈമാനിന്റെ അടിത്തറ ഇളകിയിരിക്കുകയാണ്. അവിടെ എത്രയും പെട്ടെന്ന് അത് ഉറപ്പിക്കണം. ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടണം. അത് അന്ത്യത്തിന്റെ അവസരത്തിൽ വെളിവാകുന്നതാണ്. അന്ത്യം വരുമ്പോൾ അപ്പോൾ മനസ്സിലാകും ഇതിന്റെ കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തി. വൈന്നമങ്കത്തുൽ ആരിഫീന, അവിടെ നിന്നാണ് ഇനി എടുക്കാനുള്ളത്. സൗഫത്തറ കഴിഞ്ഞിട്ട് വഹാദ അംറുൻ യദ്ഹറു ഇൻദൽ ഖാത്തിമ, ഇത് ഖാത്തിമയുടെ അടുക്കലാണ് വെളിവാകുന്നത്, അന്ത്യാവസരത്തിലാണ് വെളിവാകുന്നത് ഇവന്റെ ഈമാന്റെ ബലഹീനത. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, വൈന്നമൻ നിയാത്തുൽ ആരിഫീന, ആരിഫുകളായ മഹാന്മാരുടെ ഹൃദയ
ഞരമ്പ് പൊട്ടിപ്പോയത് ഖൗഫം മിൻ ദവാഉൽ മൗതി, മരണത്തിന്റെ ഈ മുഖവുരകൾ, ഭയാനകങ്ങളായ മുഖവുരകളെ സംബന്ധിച്ച് ഭയപ്പെട്ടതിന് വേണ്ടിയാണ്. ഭയപ്പെട്ടതിന്റെ പേരിലാണ് ആരിഫുകളായ മഹാന്മാരുടെ ഹൃദയ ഞരമ്പുകൾ പൊട്ടിപ്പോയത്. അവർ ആ ചിന്തയിൽ തന്നെയായിരുന്നു. മിൻ ദവാഉൽ മൗതി വ മുഖദ്ദമാതിഹി അൽ ഹായില, ഭയാനകമായ അതിന്റെ ആ മരണത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങൾ. അല്ലത്തി ലാ യസ്ബുതു അലൈഹ, അതിൽ സ്ഥിരപ്പെടുകയില്ല. ഇല്ലൽ അഖല്ലുൻ, കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ. പതറിപ്പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഫൽ ആസി, അപ്പോൾ ഒരു പാപി ഇദാകാന ലാ യഖാഫുൽ ഖുലൂദ ഫിന്നാരി, അയാൾ നരകത്തിൽ ഖാലിദാകുന്നതിനെ ഭയക്കുന്നില്ല എങ്കിൽ ബിസബബി മഅസിയതിഹി, അയാളുടെ പാപം കാരണമായി, പാപത്തിന്റെ കാഠിന്യം കാരണമായി മനസ്സ് മരവിച്ചു പോയി. ഇപ്പോൾ അവൻ നരകത്തിൽ നിത്യമാകുന്നതിന് അവനക്ക് ഭയമില്ല എങ്കിൽ അവൻ കസ്സഹീഹിൽ മുൻഹമിക്കി ഫി ഷഹവാത്തിൽ മുദിറ, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന, ശരീരത്തിന്റെ ഇച്ഛകൾ രമിക്കുന്ന ഒരു ആരോഗ്യവാനെ പോലെയാണ്. അതിലവൻ രമിക്കുകയാണ്. ഇതാക്കാനല്ല യഖാഫുൽ മൗത്ത, അവന് ഭയമില്ലെങ്കിൽ മരിക്കാൻ ഭയമില്ലാത്ത കാരണം എന്താണ്? ബിസബബി സിഹ്ഹത്തി, അവന്റെ ആരോഗ്യം കാരണമായി. നല്ല ആരോഗ്യമുണ്ട്, അപ്പം ഇപ്പോഴൊന്നും മരിക്കത്തില്ല, മരണത്തിന് അവന് ഭയമില്ല. അതുപോലെയാണ് പാപത്തിൽ കിടന്ന് ഉഴലുന്നവൻ, അവൻ നരകത്തിനെ ഭയക്കുകയില്ല. കാരണം പാപങ്ങൾ കാരണമായി ഞാൻ നരകത്തിലൊന്നും പോവില്ല എന്ന് വരും. ഏതുപോലെ ആരോഗ്യവാൻ എനിക്ക് രോഗമൊന്നും വരില്ല എന്ന് വിചാരിക്കുന്ന പോലെ. വൈന്നൽ മൗത്ത, മരണം, ഗാലിബൻ, സാധാരണ നിലയിൽ, ലാ യഖഉ ഫുജ്അതൻ, പെട്ടെന്ന് വരുന്നതല്ല, പെട്ടെന്ന് വന്നു കൂടില്ല. നമുക്ക് പെട്ടെന്നാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഘട്ടം ഘട്ടമായി അതിലേക്ക് എത്തുകയാണ്. ഫയഖാലു ലഹു, ഈ ആരോഗ്യവാനായ മനുഷ്യനോട് പറയപ്പെടും, അസ്സഹീഹു, ആരോഗ്യവാൻ, യഖാഫുൽ മറള, രോഗത്തിനെ ഭയക്കണം എന്ന് പറയപ്പെടും. സുമ്മ ഇദാ മരിള, അവൻ രോഗിയായാൽ ഖാഫൽ മൗത്ത, അവൻ പിന്നെ മരണത്തിനെ പേടിക്കും. അപ്പൊ കദാലിക, ഇപ്രകാരം തന്നെയാണ് അൽ ആസി, പാപി, യഖാഫു സൂ അൽ ഖാത്തിമ, സൂ ഉൽ ഖാത്തിമയെ അവൻ ഭയക്കണം. സുമ്മ ഇദാ ഖുത്തിമ ലഹു ബിസ്സൂഇ, പിന്നീട് അവനെ സൂ കൊണ്ട് അവസാനിപ്പിക്കപ്പെട്ടാൽ, സൂ ഉൽ ഖാത്തിമ ഉണ്ടായി പോയാൽ, വൽ അയ്യാദു ബില്ലാഹ്, യജമാനനായ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, വജബൽ ഖുലൂദ് ഫിന്നാർ, നിരന്തരമായി നിത്യമായി നരകത്തിൽ ഖാലിദാകൽ, അത് നിർബന്ധമാകും. വളരെ സൂക്ഷിക്കണം. ഫൽ മആസി ലിൽ ഈമാനി, അപ്പോൾ ഈമാനിനെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ കൽ മഅകൂലാത്തിൽ മുളിറത്തിൽ അബ്ദാനി, ശരീരങ്ങളെ സംബന്ധിച്ചിടത്തോളം മുളിറത്തായ ഭക്ഷണങ്ങളെ പോലെയാണ്, ശരീരത്തിന് ഹാനികരമായ ഭക്ഷണങ്ങൾ പോലെയാണ് ഈമാനിനെ സംബന്ധിച്ചിടത്തോളം പാവങ്ങൾ. ഫലാ തസാലു തജ്തമിഉ ഫിൽ ബാത്തിനി, അത് ഉള്ളിലിങ്ങനെ അടിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും. ഹത്ത, അങ്ങനെ തഗയ്യറ, അത് വ്യത്യാസപ്പെടുത്തും, മിസാജ് അൽ അഖ്ലാത്തി, അവന്റെ പ്രകൃതിയുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തും. അഖ്ലാത്തുൽ അർബ എന്ന് പറയും, രക്തം, പിത്തം, കഫം, അതുപോലെ തന്നെ വാദം, പിത്തം, രക്തം, കഫം, അതാണ് അഖ്ലാത്തുൽ അർബ. മിസാജ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതി, ശരീരപ്രകൃതി. ഇതിന് വ്യത്യാസം വരും. ബഹുവ ലാ യശ്ഉറു ബിഹ, ആയുർവേദം അനുസരിച്ച് ഇതിന് വ്യത്യാസം വന്നാൽ അപ്പൊ പിന്നെ അവിടെയാണ് ചികിത്സിക്കേണ്ടത്. അവൻ ഇതിനാണ് ചികിത്സിക്കേണ്ടത്. ഇത് വർദ്ധിക്കാൻ പാടില്ല, കൃത്യമായിരിക്കണം. രോഗവും അല്ല, വാദവും പിത്തവും എല്ലാം മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ രക്തവും, വാദം, പിത്തം, രക്തം, കഫം, ഇതെല്ലാം മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ അത് വർദ്ധിച്ചാൽ പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ആ പ്രകൃതിക്ക് വ്യത്യാസം വരും. ബഹുവ ലാ യശ്ഉറു ബിഹ, അവനത് അവകളെ കുറിച്ച് അവനക്ക് ഒരു ബോധം ഉണ്ടാവില്ല. ഇലാ അൻ യഫ്സുദൽ മിസാജു, അവന്റെ പ്രകൃതി ഫസാദാകും. അങ്ങനെ ഫയംറദു ദഫ്അതൻ, പെട്ടെന്ന് അവൻ രോഗിയായിട്ട് മാറും. സുമ്മ യമൂതു ദഫ്അതൻ, പിന്നെ അവൻ പെട്ടെന്ന് ചിലപ്പോൾ മരണപ്പെട്ടു പോകും. അപ്പൊ കദാലിക്കൽ മഹാസി, ഇപ്രകാരമാണ് പാപങ്ങളും മനുഷ്യനെ അറിയില്ല അവനെ നശിപ്പിക്കുന്ന. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. അപ്പൊ ഫൈദാക്കാൻ അൽ ഖായിഫു മിനൽ ഹലാക്കി ഫി ഹാദിഹി ദുനിയ, ഈ ദുന്യാവിൽ നാശത്തിനെ ഭയക്കുന്നയാളായാൽ, അൽ മുഖ്തലിയത്തി, നശിച്ചു പോകുന്ന ഈ ദുന്യാവ്, കഴിഞ്ഞു പോകുന്ന ഈ ദുന്യാവ്, ഈ ദുന്യാവിൽ നശിക്കുന്നതിനെ ഭയക്കുന്നവനായാൽ, യജിബു അലി, അവന്റെ മേൽ നിർബന്ധമാണെങ്കിൽ, തർക്കു സുമൂമി, വിഷങ്ങളെ ഉപേക്ഷിക്കുക. ഒമാ യദുറുഹു,
അവന് ഉപദ്രവകരമായ വസ്തുക്കളെല്ലാം ഉപേക്ഷിക്കൽ നിർബന്ധമാണെങ്കിൽ മിനൽ മഅകൂലാത്തി മഅകൂലുകളാൽ ഫീ കുല്ലി ഹാലിൻ എല്ലാ അവസ്ഥയിലും മഅകൂലുകൾ അവന്റെ ശരീരത്തിന് ഹാനികരമായ വസ്തുക്കൾ വിഷങ്ങൾ അതിനെ ഉപേക്ഷിക്കൽ നിർബന്ധമാണെന്ന് വരുമ്പോ പാലൽ ഫോരി പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കൽ നിർബന്ധമാണെന്ന് വരുമ്പോ ഫൽ ഖായിഫു മിനൽ ഹലാക്കിൽ അബദി പറഞ്ഞത് നശിച്ചുകൊണ്ടിരിക്കുന്ന ദുന്യാവിന്റെ ഉള്ള നാശത്തിനെ കുറിച്ച് പേടിക്കുന്നവനാണ്. അതിനെ പേടിക്കുന്നവൻ ഇത് ചെയ്യൽ നിർബന്ധമാണെങ്കിൽ അപ്പൊ ഫൽ ഖായിഫു മിൻ ഹലാക്കിൽ അബദി കാലാകാലത്തെ നാശത്തിനെ പേടിക്കുന്നവൻ ഔല ഏറ്റവും അർഹമാണ് ബി അൻ യജിബ അലൈഹി ദാലിക അവന്റെ മേൽ ഇത് നിർബന്ധമാകൽ കൊണ്ട് അവൻ നിർബന്ധമായും പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. എത്രയും പെട്ടെന്ന് അവൻ തൗബ ചെയ്യണം. വൈദാക്കാന മുത്തനാവിലു സുമ്മി വിഷം ഉപയോഗിച്ചവനായാൽ ഇതാ നദിമ അവൻ പിന്നെ ഖേദം ഒന്ന് പെട്ടെന്ന്. എന്നാൽ യജിബു അലി അവന്റെ മേൽ നിർബന്ധമാണെങ്കിൽ അവൻ ഛർദിച്ച് കളയൽ വയർജാൻ തനാവുലിഹി എന്നെ കരസ്ഥമാക്കിയതിനെ തൊട്ട് അവൻ മടങ്ങല് ബീബിത്താലിനെ ബാത്തിലാക്കലുകൊണ്ട് ഉള്ളിലുള്ളതിനെ ബാത്തിലാക്കാനുള്ള മരുന്ന് കൊടുക്കുക. വൈഹ്റാജി ആനിൽ മെഹദത്തി ആമാശയത്തിലൂടെ അതിനെ പുറപ്പെടുവിക്കൽ കൊണ്ടും അതിനുവേണ്ടി ഛർദിച്ചിട്ടോ എങ്ങനെയെങ്കിലും എല്ലാം ചെയ്യണം. അല്ല സബീലിൽ ഫൗരി വേഗം എന്നുള്ള വഴിയിൽ വൽ മുബാദർത്തി പൊടുന്നതിനെ പെട്ടെന്ന് ചെയ്യണം. എന്തിന് തലാഫി എൻ്റെ പതിനിഹിൽ അവന്റെ ശരീരത്തിനെ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി തലാഫി ചെയ്യാൻ വേണ്ടി ശരീരത്തിന്റെ ന്യൂനതയെ പരിഹരിക്കാൻ വേണ്ടി ശരീരത്തിനെ വീണ്ടെടുക്കാൻ വേണ്ടി. എങ്ങനത്തെ ശരീരം? അൽ മുഷ്രിഫി അല ഹലാക്കിൻ ഹലാക്കിന്റെ മേൽ വെളിവായ ശരീരം. വിഷം കുടിച്ചിട്ട് ഹലാക്കിന്റെ മേൽ വെളിവായ ശരീരം ആ പിന്നെ ശരീരത്തിനെ വീണ്ടെടുക്കാൻ വേണ്ടി അവന് ഈ പറഞ്ഞതെല്ലാം ചെയ്യൽ നിർബന്ധമാണെന്ന് വന്നാൽ എങ്ങനത്തെ അവർക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതുകൊണ്ട് ലാ യഫൂത്തു അലി അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇല്ല ഹാദിഹി ദുന്യൽ ഫാനിയ നശിച്ചുപോയ ദുന്യാവല്ലാതെ. വിഷം കുടിച്ചവൻ മരിച്ചു പോയാൽ ഈ നശിച്ചുപോയ ദുന്യാവ് അവൻ നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യൽ നിർബന്ധമാണെങ്കിൽ അപ്പൊ മുത്തനാവിൽ സുമൂമി ദീനിന്റെ വിഷം ഉപയോഗിച്ചവൻ വഹിയ ദുനൂബ് അത് പാപങ്ങളാണ്. അവൻ ഔല ഏറ്റവും അർഹനാണ് ബി അൻ യജിബ അലി അവന്റെ മേൽ നിർബന്ധമാകുന്നതിന് അറുജൂഹു അൻഹ അവകളെ തൊട്ട് മടങ്ങൽ ബി തദാറുക്കി വീണ്ടെടുക്കൽ കൊണ്ട് അൽ മുംകിന് സാധ്യമായ രൂപത്തിലുള്ള വീണ്ടെടുക്കൽ കൊണ്ട് മാദാമ യബ്ഖാലി തദാറുക്കി വീണ്ടെടുക്കുന്നതിന് ശേഷിക്കുവോളം മുഹലത്തിന് അവന് സന്ദർഭം ശേഷിക്കുവോളം. ഓ സന്ദർഭം എന്താണ്? അൽ ഉംറു അവന്റെ ആയുസ്സാണ്. മരിക്കാതിരിക്കുന്ന ആയുസ് അവൻ വീണ്ടെടുക്കണം. ചെയ്യാതെ വീണ്ടെടുക്കാനുള്ള സന്ദർഭം ഉണ്ടായിരിക്കുവോളം വീണ്ടെടുക്കൽ അവന് നിർബന്ധമാണ്. കാരണം ഫൈനൽ മഖ്വഫ മിൻ ഹാദ സുമ്മി ഈ വശത്തിൽ നിന്നും ഭയക്കപ്പെടുന്ന കാര്യം ഫവാത്തുൽ ആഖിറത്തിൽ ബാക്കിയ ശേഷിക്കുന്ന ആഖിറ നഷ്ടപ്പെടലാണ്. അല്ലത്തിഫിയൻ നഈമുൽ മുഖീം അതിലാണ് നിത്യമായ നഈമുള്ളത്. വൽ മുൽക്കുൽ അലീം ഉന്നതമായ അധികാരവും ഉള്ളത്. അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടുന്നതിനെയാണ് പേടിക്കേണ്ടത് ഈ പറഞ്ഞ വിഷത്തിന്റെ പേരിൽ. ഏത് വിഷം? പാപമാകുന്ന വിഷം. ഒഫി ഫവാത്തിഹ ആ ആഖിറം നഷ്ടപ്പെടുന്നതിലുണ്ട് നാറുൽ ജഹീം ജഹീമിന്റെ നരകമുണ്ട്. വൽ അദാബുൽ മുഖീം അല്ലത്തി എങ്ങനത്തെ മുഖീമായ അദാബാണ്? തതസറമു അളആഫു അഅമാരി ദുനിയ ദുന്യാവിന്റെ ആയുസുകളുടെ ഇരട്ടികൾ ലയിച്ച് ഇല്ലാതായപ്പോ ദൂന ഉശ്രി അശീരി മുദ്ദത്തിഹി അവന്റെ ആ മുഖീമായ അദാബുണ്ടല്ലോ അതിന്റെ കാലഘട്ടത്തിന്റെ 10 മുകളിൽ 10 അഥവാ 100 മീതെ ദുന്യാവിന്റെ ആയുസുകളുടെ പിന്നെ മടങ്ങുകൾ അതിന്റെ ഇരട്ടികൾ അലിഞ്ഞു പോകും. അഥവാ ആഖിറത്തിന്റെ നിത്യമായ ആ ശിക്ഷ അതിന്റെ 100 ഉണ്ടായെങ്കിൽ പോലും ദുന്യാവിന്റെ ആയുസിന്റെ മടങ്ങുകൾ പല മടങ്ങുകൾ അതിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഇത് കാരണം ലൈസലി മുദ്ദത്തിഹി ആ മുഖീമായ അദാബിന്റെ കാലഘട്ടത്തിനില്ല ആഖിറിനൊരു അവസാനമില്ല. അൽബത്തത്തെ ഒട്ടും തന്നെ. ഫൽ ബദാർ അൽ ബദാർ അതുകൊണ്ട് വേഗതയാവുക തൗബയിലേക്ക് തൗബയിലേക്ക് വേഗതയാവുക. ഖബല അൻ തഅമല സുമൂമുൽ ദുനൂബി പാവങ്ങളാകുന്ന വിഷങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ബി റൂഹുൽ ഈമാനി ഈമാനിന്റെ റൂഹിൽ പാപങ്ങളായി ആയ വിഷങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അമലൻ ഒരമൽ യുജാബിസുൽ അംറു ഫീഹി ആ അമലിൽ കാര്യങ്ങൾ വിട്ടുകിടക്കും അൽ അത്തിബ
ചികിത്സകരെ വിട്ടുകിടക്കും, അവിടെ പോയിട്ടൊന്നും കാര്യമില്ല. വഖ്തിബാറഹും, അവരുടെ ഇഖ്തിബാറിനെ ഇത് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ദോഷമാണെന്നൊക്കെ പറഞ്ഞു തരില്ലേ, അതാണ് ഖബർ അറിയിക്കുക. അവരുടെ വൃത്താന്തങ്ങൾ, അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതിനെ വിട്ടുകിടക്കും. അഥവാ പിന്നെ ഡോക്ടർമാർക്ക് ഒന്നും പറയാനുണ്ടാവില്ല. വലാ യൻഫഉ ബഅദഹു, അതിനുശേഷം പ്രയോജനം ചെയ്യുകയില്ല. അൽ ഇഖ്തിമാഉ, സത്യം കാക്കൽ അതിനുശേഷം പ്രയോജനം ഉണ്ടാകത്തില്ല. ഫലാ യൻജഹു ബഅദ ദാലിക, അതിനുശേഷം രക്ഷപ്പെടുകയില്ല. നുസ്ഖുൻ നാസിഹീൻ, നാസിഹുകളുടെ നുസ്ഖ് അതിനുശേഷം രക്ഷപ്പെടുകയില്ല. ഉപദേശകരുടെ ഉപദേശം അതുകൊണ്ട് അതിനുശേഷം രക്ഷപ്പെട്ട് കിട്ടുകയില്ല. വഅദുൽ വാഅലിൻ, വഅദ് ചെയ്യുന്നവരുടെ വാഅദിന്റെ വാഅദും ഒരു പ്രയോജനവും ചെയ്യുകയില്ല. വതഹഖുൽ കലിമത്തു അലി, അവന്റെ മേൽ ആ കലിമത്ത് ഉറപ്പാകും. ഏത് കലിമത്ത്? ബി അന്നഹു മിനൽ ഹാലികീൻ, ഇവൻ നശിച്ചവരിൽപ്പെട്ടവനാണെന്നുള്ള അള്ളാഹുവിന്റെ ഭാഗത്തുള്ള കലിമത്ത് ഉറപ്പാകും. വയദ്ഖുലു, അവൻ പ്രവേശിക്കും. തഹ്ത ഉമൂമി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഈ ഖൗലിന്റെ തഹ്തിൽ. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ഈ ആയത്ത് ഇന്നാ ജഅൽനാ, നാം ആക്കി, ഫീ അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ, അഗ്ലാലൻ, ചില ചങ്ങലകളെ, കൊളുത്തുകളെ, ഫഹിയ, അവകൾ, ഇലൽ അദ്ഖാനി, ദഖൻ, ദാടിയല്ലിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഫഹും, അപ്പൊ അവർ, മുഖ്മഹൂൻ, അവർ മുഖ്മഹുകളാണ്. അവരെ ഈ തലയുമായി കൂട്ടി പുറകിലേക്ക് അവന്റെ തലയെ ഉയർത്തപ്പെട്ടവരാണ്. അഥവാ ഈ അവന്റെ ചങ്ങല കഴുത്തിലിങ്ങനെ കൈയുമായി കൂട്ടി ബന്ധിപ്പിച്ചുകൊണ്ട് അവൻ തല താഴേക്ക് നോക്കാൻ പറ്റില്ല, തല മേലേക്ക് ഉയർത്തപ്പെട്ടവരാണ് അവർ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ, അവരുടെ മുമ്പിൽ നാം വലിയ മതിലിനെ ഉണ്ടാക്കി. വമിൻ ഖൽഫിഹിം സദ്ദ, പുറകിലുമുണ്ട് മതില്. ഫഅഗ്ശൈനാഹും, നാം അവരെ മൂടി. ഫഹും ലാ യുബ്സിറൂൻ, അവരിപ്പോ ഒന്നും കാണുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വസവാഉൻ അലൈഹിം, അവരുടെ മേൽ തുല്യമാണ്. അൻദർതഹും, താങ്കൾ അവരെ ഉപദേശിക്കലോ, അംലം തുൻദിറും, ഉപദേശിക്കാതിരിക്കലും കണക്കാണ്. കാരണം ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങ് ഉപദേശിക്കേണ്ടതല്ല ഈ പറഞ്ഞതിനർത്ഥം. അവരിലേക്ക് നോക്കുമ്പോ ഉപദേശിക്കലും ഉപദേശിക്കാതിരിക്കലും കണക്കാണ്, സമമാണ്. അവിടുന്ന് സംബന്ധിച്ചിടത്തോളം ഉപദേശിക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കണം. പക്ഷെ ആ ഉപദേശം ഈ പറയുന്നവർക്ക് പ്രയോജനം ചെയ്യില്ല എന്നർത്ഥം. അപ്പൊ ചിലര് പറയും ഈ ആയത്ത് കാഫിറിനെ പറ്റിയാ പറഞ്ഞതെന്ന്. ഇമാം ഗസാലി പറയാണ്, വലാ യഗുറൻക, നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ, ലഫ്ലുൽ ഈമാൻ, ഈമാൻ എന്ന ലഫ്ല്. അപ്പൊ തഖൂലു, അപ്പൊ നീ പറയും, അൽ മുറാദ് ബിൽ ആയത്ത്, ഈ ആയത്തുകൊണ്ടുള്ള ഉദ്ദേശം അൽ കാഫിറു, കാഫിറാണ്. ആ കാര്യം നിന്നെ വഞ്ചിതമാക്കാതിരിക്കട്ടെ. കാരണം ബുയ്യിനലക, നിനക്ക് മുമ്പ് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അനൽ ഈമാന ബിളുൻ വസബഊന ബാബൻ, ഈമാൻ എന്ന് പറഞ്ഞ് 70 ചില്ലുവാനം ബാതിലുകൾ ഉള്ളതാണ്. സാനി, വ്യഭിചാരി, ലാ യസ്നി, അവൻ വ്യഭിചരിക്കുകയില്ല. ഹീന യസ്നി, അവൻ വ്യഭിചരിക്കുന്ന അവസരത്തിൽ. വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായ അവസ്ഥയിൽ. അതായത് അതിൽപ്പെട്ട ഒരു വാതിൽ അടയും വ്യഭിചരിക്കുമ്പോ. അപ്പൊ ഫൽ മഹജൂബു അനിൽ ഈമാനി, ഈമാനിനെ തൊട്ട് തടയപ്പെട്ടവൻ. അല്ലത് എങ്ങനത്തെ ഈമാൻ? ഹുവത് ശുഅബുൻ, ശാഖകളാണ്. ഫുറൂഉൻ, പല പല ഖണ്ഡങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈമാനിനെ തൊട്ട് തടയപ്പെട്ടവൻ, അതായത് ചില ശാഖകളാണ് തടയപ്പെട്ടത്. അങ്ങനത്തവൻ സയുഹ്ജബു, അവനെ തടയപ്പെടും. ഫിൽ ഖാത്തിമത്തി, അന്ത്യാവസരത്തിൽ. അനിൽ ഈമാനില്ലദീ ഹുവ അസ്ലുൻ, അടിസ്ഥറയാവുന്ന ഈമാനിനെ തൊട്ട് തടയപ്പെടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഏതുപോലെ കമാ അന്ന ഷഖ്സൽ ഫാഖിദ ലി ജമീഉൽ അത്റാഫി, മുഴുവൻ അവയവങ്ങളെയും ഇല്ലാതാക്കിയ ഒരു മനുഷ്യൻ. അല്ലത്തി ഹിയ ഹുറൂഫുൻ വ ഫുറൂഉൻ, അവൻ ശരീരത്തിന്റെ, അവന്റെ അസിലല്ലത്, അവന്റെ അറ്റങ്ങളും അവന്റെ ബ്രാഞ്ചുകളുമാണത്. അങ്ങനെയുള്ള അവയവങ്ങളെ ഇല്ലാതാക്കിയവൻ സയുസാഖു ഇലൽ മൗത്തി, അവനെ മരണത്തിലേക്ക് വലിച്ചടയ്ക്കപ്പെടും. അൽ മുഖദിമിൽ റൂഹി, റൂഹിനെ ഇല്ലാതാക്കുന്ന മൗത്തിലേക്ക് അവനെ എത്രയും പെട്ടെന്ന് വലിച്ചടയ്ക്കപ്പെടും. അല്ലത്തി ഹി അസിൽ, അതാണല്ലോ അസിൽ, റൂഹ്. അതിനെ ഇല്ലാതാക്കുന്ന മരണത്തിലേക്ക് അവനെ വലിച്ചടയ്ക്കപ്പെടും. അതുപോലെയാണ് ഇതും. ഫലാ ബഖാ അലിൽ അസിലി ദൂനൽ ഫറഇ, അസിലിന് നിലനിൽപ്പില്ല ഫറഇനെ കൂടാതെ. ഫറഇ ഇല്ലെങ്കിൽ അസിലില്ല, അവയവങ്ങളൊന്നും ഇല്ലാണ്ട് പിന്നെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഫറഇ വേണം, എങ്കിലേ അസിലിക്ക് നിലനിൽപ്പുള്ളൂ. വലാ വുജൂദലിൽ ഫറഇ ദൂനൽ അസിലി, ഫറഇന് വുജൂദില്ല, അസ്തിത്വമില്ല. ദൂനൽ അസിലി, അസിലിനെ കൂടാതെ. ഫറഇനെ കൂടാതെ അസിലിന് നിലനിൽപ്പില്ല. അസിൽ ഉണ്ടാകും, പക്ഷെ അത് നിലനിൽക്കുകയില്ല.
പിന്നെയോ അസിലിനെ കൂടാതെ ഫറഇന് അസ്തിത്വമേ ഇല്ല. അസിലില്ലേ പിന്നെ ഫറഅേ ഇല്ല. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. അസിലില്ലെങ്കിൽ ഫറഅ തന്നെ ഇല്ല. എന്നാൽ ഫറഅ ഇല്ലെങ്കിൽ അസിൽ ഉണ്ടാകും, പക്ഷെ അതിന് നിലനിൽപ്പില്ല. വലാ ഫർഖ ബൈനൽ അസിലി വൽ ഫറഇ. അസിലിന്റെയും ഫറഇന്റെ ഇടയിൽ, ഫറഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയവങ്ങൾ ശരീരത്തിന്റെ, അതിന്റെയും ഇടയിൽ വ്യത്യാസം ഇല്ല. ഇല്ലാ ഫി ഷൈഇൻ വാഹിദിൻ, ഒറ്റ ഒരു കാര്യത്തിലല്ലാതെ. വഹുവ, അതെന്താണ്? അന്ന വുജൂദൽ ഫറഅ, ഫറഇന്റെ അസ്തിത്വം, ബഖാ, അതിന്റെ ശേഷിപ്പും, ജമീഅൻ യസ്തദിഉ, അത് തേടും, വുജൂദൽ അസ്ലി, അസ്ലിന്റെ വുജൂദിനെ. കൈ വേണമെങ്കിൽ കൈ നിലനിൽക്കണമെങ്കിൽ, കാല് വേണമെങ്കിൽ കാലിന് നിലനിൽക്കണമെങ്കിൽ, ശരീരത്തിന്റെ അവയവങ്ങൾ ഉണ്ടാവണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അസ്ലായ ശരീരം വേണം. എന്നാൽ അമ്മ വുജൂദുൽ അസ്ലി, അസ്ലിന്റെ വുജൂദ്, ഫലാ യസ്തദിഉ വുജൂദൽ ഫറഅ, ഫറഇന്റെ വുജൂദിനെ തേടുകയില്ല. അസ്ലുണ്ടെന്ന് വെച്ചിട്ട് ഫറഅ ഉണ്ടായിക്കോണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അസ്ൽ ഈമാൻ ഉണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഫറഅ ഉണ്ടായിക്കോണമെന്ന് നിർബന്ധമില്ല. ഫറഅ എല്ലാം ഇല്ലാതാകുമ്പോൾ അസ്ലായ ഈമാൻ നഷ്ടപ്പെടും. ഫബഖാഉൽ അസ്ലി, അസ്ലിന്റെ ബഖാ, ശേഷിപ്പ്, ബിൽ ഫറഇ, ഫറഅ കൊണ്ടാണ്. വുജൂദുൽ ഫറഇ, ഫറഇന്റെ പിന്നെ അസ്തിത്വം, ബിൽ അസ്ലി, അത് അസ്ലു കൊണ്ടാണ്. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, രണ്ട് സൈസ് ഇൽമുണ്ട് നേരത്തെ പറഞ്ഞത്, മുക്കാശഫത്തിന്റെ ഇൽമും മുആമലത്തിന്റെ ഇൽമും. മുക്കാശഫത്തിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ്, അവന്റെ മലക്കുകളെ കുറിച്ചുള്ള ഇൽമ്, അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചുള്ള ഇൽമ്. ആ ഇൽമിൽ അമലിന് വലിയ ബന്ധമില്ല. അതാണ് ഉലൂമുൽ മുക്കാശഫ. ഉലൂമുൽ മുആമല എന്ന് പറഞ്ഞാൽ അമലിന്റെ ബന്ധമുള്ളതാണ്. അത് പഠിച്ചാൽ അമൽ ചെയ്യണം. അപ്പൊ ഈ മുക്കാശഫത്തിന്റെ ഇൽമുകളും മുആമലത്തിന്റെ ഇൽമുകളും മുത്തലാസിമത്തുൻ, അത് രണ്ടും മുത്തലാസിമാണ്. അത് രണ്ടും മുത്തലാസിമാണ്. മുക്കാശഫത്തിന്റെ ഇൽമു വന്നാൽ ഉലൂമുൽ മുആമലയും അവിടെ വരണം. കതലാസുമുൽ ഫറഇ വൽ അസ്ലി, ഫറഉം അസ്ലും തമ്മിൽ പരസ്പരം ബന്ധിതമായതുപോലെ. ഫലാ യസ്തഗ്നി അൻഹുമാ അഹദുഹുമാ, രണ്ടിൽപ്പെട്ട ഒന്ന് സ്വയാശ്രയമാവുകയില്ല. അനിൽ ആഖിർ, മറ്റതിനെ തൊട്ട്. ഒന്ന് മാത്രം ഉണ്ടാകുന്ന അവസ്ഥയില്ല. വൈൻകാന അഹദുഹുമാ, രണ്ടിൽപ്പെട്ട ഒന്നായാൽ, ഫി റുത്ബത്തിൽ അസ്ലി, രണ്ടിൽപ്പെട്ട ഒന്നാണെങ്കിൽ ശരി, ഫി റുത്തുബത്തിൽ അസിലിന്റെ പദവിയിലാണ്. വല്ലാഖിർ ഫി റുത്തുബത്തിൽ താബിഖ, ഒന്ന് താബിന്റെ പദവിയിലാണ്. അങ്ങനെയാണെങ്കിലും ഇത് രണ്ടും മുത്തലാസിമാണ്. ഉലൂമുൽ മുആമലത്തി, മുആമലത്തിന്റെ ഇൽമ്, ഇദാലം തകുന ഇൽമ, അല്ലെങ്കിൽ ബാഖസത്തൻ അലൽ അമൽ, അമലിന്റെ മേൽ അവനെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ വന്നുപോയതാണത്, അമലിന്റെ മേൽ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ, ഫഅദമു, അത് ഇല്ലാതാകാന്നുള്ള ഖൈറിന്, അതാണ് നല്ലത്. ആ ഇൽമ് മിൻ വുജൂദി, ഉണ്ടാകുന്നതിനേക്കാൾ ആ ഇൽമ ഇല്ലാതിരിക്കലാണ്. കാരണം അമൽ ചെയ്തില്ല, അറിയില്ലായിരുന്നു എന്നുണ്ടല്ലോ. ഇത് അറിയുകയും ചെയ്തു, അമൽ ചെയ്തില്ലെങ്കിലോ? ഇനി ഫൈൻ ഹിയ ലം തഅമൽ അമലഹ, ഇനി ആ മുക്കാശഫത്തിന്റെ ഇൽമ, അത് അമൽ ചെയ്തില്ല, അമലഹ, അതിന്റെ അമലിനെ, അല്ലെങ്കിൽ എങ്ങനത്തെ അമൽ, തുറാദുലഹു, അതിന് ആ അമലിനെ, തുറാദുലഹു, ഫൈൻ ഹിയ, അപ്പോഴാ മുആമലത്തിന്റെ ഇൽമ്, അത് അതിന്റെ അമൽ ചെയ്തില്ലെങ്കിൽ എങ്ങനത്തെ അമലാണ്? തുറാദു, ഈ മുആമലത്തിനെ ഉദ്ദേശിക്കപ്പെടും, ലഹു, ആ ഇൽമിന്, ആ മുആമലയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്, അമലിനെ ഉദ്ദേശിക്കപ്പെടുന്നു. അങ്ങനത്തെ അമൽ അത് ചെയ്തില്ലെങ്കിൽ ഖാമത്ത്, അത് ശേഷിക്കും, മുഅയ്യിദത്തൻ, ശക്തിപ്പെടുത്തുന്ന നിലയിൽ, ലിൽ ഹുജ്ജത്തി അലാ സാഹിബിഹ, ആ ഇൽമുള്ളയാൾക്ക് എതിരെയുള്ള ഹുജ്ജത്തിനെ ശക്തിപ്പെടുത്തുന്ന നിലയിൽ ആ ഇൽമ് അവനിൽ ശേഷിക്കും. ഒരാൾ അമൽ ചെയ്തില്ലെങ്കിൽ, അമൽ അതിന്റെ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ, എങ്ങനത്തെ പ്രവൃത്തി? ആ മുആമലത്തിന്, ഏതൊരു ഇൽമിനെയാണോ മുആമലത്തിന് ഉദ്ദേശിക്കപ്പെടുന്നത്, അല്ലദീ തുറാദു, ആ മുആമലത്തിനെ ഉദ്ദേശിക്കപ്പെടുന്നത്, ലഹു, ഏതൊരു അമലിനെയാണോ, ഏതൊരു ഇൽമിനാണോ ആ മുആമലത്തിനെ ഉദ്ദേശിക്കപ്പെടുന്നത്, അങ്ങനെയുള്ള ആ മുആമലത്ത് അവിടെ ഉണ്ടായില്ലെങ്കിൽ, ഫഇൻ ഹിയ ലം തഅമൽ, ഇനി ഏതാണ് ഈ മുആമലത്തിന്റെ ഇൽമുകൾ, അത് അമൽ ചെയ്തില്ലെങ്കിൽ അവകളുടെ അമലിനെ, എങ്ങനത്തെ അമലാണ്? തുറാദു, ആ ഇൽമുകളെ ഉദ്ദേശിക്കപ്പെടും, ലഹു, ആമലിനായി. അതെ, തുറാദു, ആ ഇൽമുകളെ ഉദ്ദേശിക്കപ്പെടും, ലഹു, ആമലിനായി. ആ ഇൽമുകളെ ഏതൊരു അമലിന് വേണ്ടിയാണോ ഉദ്ദേശിക്കപ്പെടുന്നത്, ആ അമലിനായി ആ അമൽ അവിടെ ഉണ്ടായില്ലെങ്കിൽ ഖാമത്ത്, ആ ഇൽമുകൾ ശേഷിക്കും,
മുഅയ്യിദത്തൻ ശക്തിപ്പെടുത്തുന്ന നിലയിൽ ലിൽ ഹുജ്ജത്തി അലാ സാഹിബിഹ അതിന്റെ സാഹിബിനെതിരെ തെളിവായിട്ട് ആ തെളിവിനെ ശക്തിപ്പെടുത്തുന്ന നിലയിൽ ആ ഇൽമുള്ള ആൾക്ക് എതിരെയുള്ള വദാക ഹുജ്ജത്തുല്ലാഹി അലബിനി ആദം എന്ന് പറഞ്ഞില്ലേ. വലുതാലിക ഇക്കാരണത്താൽ യുസാദു വർദ്ധിപ്പിക്കപ്പെടും ഫി അദാബിൽ ആലിമിൽ ഫാജിരി തെമ്മാടിയായ ആലിമിന്റെ അദാബിൽ വർധനം ഉണ്ടാകും അല അദാബിൽ ജാഹിലിൽ ഫാജിരി തെമ്മാടിയായ ജാഹിലിന്റെ അദാബിനേക്കാൾ. കമാ ഔറദിന നാം കൊണ്ടുവന്നതുപോലെ മിനൽ അഖ്ബാരി കമാ ഒന്നുപോലെ ഔറദിന നാം അതിനെ കൊണ്ടുവന്നു മിനൽ അഖ്ബാരി ഖബറുകളാൽ ഫി കിതാബിൽ ഇൽമ് കിതാബിൽ ഇൽമിൽ ഇൽമു കൊണ്ട് അമലുണ്ടായില്ലെങ്കിലുള്ള കുഴപ്പങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനിനെ മുറുകെ പിടിക്കുവാനും തൗബയിൽ ഉറയ്ക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി നബിയ്യനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.